നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? എന്ത് ചോദ്യമാണല്ലേ? ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തതായിട്ട് ആരാണുള്ളത്? അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലും എക്സിബിഷൻസിലെല്ലാം പോയി മേടിച്ച് കഴിക്കുന്ന ഈ കോൺ ഐസ്ക്രീം ഉണ്ടല്ലോ, അതിന് പ്രത്യേക ഫാൻസ് ഉണ്ടെന്ന് തന്നെ പറയാല്ലേ. അങ്ങനെ ഇന്ന് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന ഈ കോൺ ഐസ്ക്രീം ആക്സിഡൻ്റലി ഉണ്ടായ ഒരു ഫുഡ് ഐറ്റം ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദിസ് ഈസ് അശ്വതി. വെൽക്കം ബാക്ക് ടു ദ അൺനോൺ ഫയൽസ്. 1904 ഒരു വേനൽക്കാലം യു എസിൽ ലൂയിസ് ഫെയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. അവിടെയുള്ള ഫുഡ് സ്റ്റാളിൽ ഐസ്ക്രീം വിറ്റുകൊണ്ടിരിക്കുകയാണ് അർണാൾഡോ ഫെറാഞ്ചോ. നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഐസ്ക്രീം കപ്സ് എല്ലാം പെട്ടെന്ന് കാലിയായി. അടുത്ത് തന്നെ വേഫേഴ്സ് വിറ്റുകൊണ്ടിരുന്ന ഏണസ്റ്റ് ഇത് കണ്ട് തൻ്റെ വേഫേഴ്സിനെ ഒരു കോൺ ഷേപ്പിലാക്കി തൻ്റെ സുഹൃത്തിന് നൽകി. അർണാൾഡോ പെട്ടെന്ന് തന്നെ ആ വേഫേഴ്സിൽ ഐസ്ക്രീം സെർവ് ചെയ്ത് തുടങ്ങി. ഇത് മേടിച്ച് കഴിച്ച കസ്റ്റമേഴ്സ് ഐസ്ക്രീമിനോടൊപ്പം ഈ വേഫേഴ്സും കൂടി ചേരുന്ന ആ ഒരു ടേസ്റ്റ് പുതിയതായിട്ട് തോന്നിയത് കൊണ്ട് വീണ്ടും വീണ്ടും വരാനായിട്ട് തുടങ്ങി. അങ്ങനെ അർണാൾഡോന്റെ കടയിൽ തിരക്ക് കൂടി. ഇത് കണ്ട് മറ്റുള്ള ഐസ്ക്രീം സ്റ്റാളുകാരും ഇത് തന്നെ ആവർത്തിച്ചു. അങ്ങനെയാണ് ഇന്ന് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന കോൺ ഐസ്ക്രീം ഉണ്ടാവുന്നത്. 1906 ഈ കോൺ ഷേപ്പിലുള്ള വേഫേഴ്സ് ഉണ്ടാക്കാനുള്ള മെഷീൻ വന്നതോടുകൂടി ഈ കോൺ ഐസ്ക്രീം കൂടുതൽ പ്രസിദ്ധമായി. ഇതാണ് ഇന്ന് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന കോൺ ഐസ്ക്രീമിന് പിന്നിലുള്ള കഥ. ഇതുപോലെ അൺനോൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് അറിയാനായിട്ട് നിങ്ങൾ ദ അൺനോൺ ഫയൽസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തോളൂ. ഓക്കെ, ബൈ.